ഗൈസ്, മൗനരാഗം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശന് നമ്മുടെ അച്ഛൻ നമ്മുടെ കല്യാണിയോട് പറയുന്നുണ്ട്, നിന്റെ അമ്മൂമ്മ, അതായത് എൻ്റെ അമ്മ ദീപ മരിച്ചപ്പോൾ എന്താ വരാത്തതെന്ന് നിനക്കറിയോ? അത് അവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമില്ല. അവൾ അങ്ങനെ കിടക്കുന്നത് കാണാൻ ആ അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ടാണ്. ആ അമ്മയ്ക്ക് അത്രയും സങ്കടം ഉണ്ടെങ്കിൽ നിന്റെ സങ്കടം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മോളെ എന്നൊക്കെ നമ്മുടെ കല്യാണിയോട് നമ്മുടെ അച്ഛൻ പറയുകയാണ്. അപ്പുറത്ത് നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും ഒരു സന്യാസിനിയുടെ വേഷത്തിലൊക്കെ ഇറങ്ങി വേഷമൊക്കെ കെട്ടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് നമ്മുടെ കല്യാണിയുടെ വീട്ടിലേക്ക്, നമ്മുടെ പ്രകാശിന്റെ വീട്ടിലേക്ക്. അടുത്ത നമ്മുടെ പ്രകാശനാട്ടോ അവരുടെ ലക്ഷ്യം. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ എന്താ പറയാ, കാർത്തിക മോളുടെ കല്യാണം എത്രയും വേഗം നടത്തണമെന്ന് നമ്മുടെ കല്യാണി പറയുന്നുണ്ട്. കാരണം അത് അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്നും നമ്മുടെ അച്ഛനോട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഗംഗപ്രസാദും സ്റ്റെഫിയും കൂടെ നമ്മുടെ പ്രകാശിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ആ ഒരു എന്താ പറയാ, പൂജാരിയെ എന്താ സന്യാസിയായിട്ടാണല്ലോ വരവ്. അപ്പൊ അവരുടെ കയ്യിൽ കുറെ തട്ടുകളുണ്ടാവും. അപ്പൊ ഒരു തട്ടില് നമ്മുടെ ഗംഗപ്രസാദിന്റെ അടുത്ത് തോക്കുണ്ടാവും. ആ തോക്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗവും നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും ആട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.